ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്. കൊർന്നല്യോസ് എന്നതായ ആ മനുഷ്യൻ നിയമവും പ്രമാണങ്ങളും ആചരിച്ചനുഷ്ഠിച്ചു പോകുന്ന ആരും അംഗീകരിക്കുവാൻ യോഗ്യമായ ഒരനുഭവത്തിലല്ല അവൻ ജനിച്ചതും അവൻ ജീവിച്ചു വരുന്നതും. എന്നാൽ ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ദൈവദൂതൻ ഇറങ്ങി വന്നതായി അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം വായിക്കുമ്പോൾ കാണപ്പെടുന്നുണ്ട്. നിയമങ്ങൾ ആചരിച്ചനുഷ്ഠിച്ചു പോകുന്നു എന്ന് പറയുന്നവൻ പല നിയന്ത്രണങ്ങളും പലരെയും അകറ്റി നിർത്തിയപ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് ദൈവം വെളിപ്പെടുത്തിക്കൊണ്ട് കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപാകെ എത്തി എന്ന് ദൈവദൂതൻ കൊർന്നല്യോസിനോട് പറയുന്നതായി സ്പഷ്ടമായി അവൻ കേൾക്കുകയും കാണുകയും ചെയ്തു എന്നത് ദൈവത്തിൻ്റെ തികവുള്ള പ്രവൃത്തിയെ വെളിപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അകറ്റി നിർത്തുന്ന ഇടത്ത് അകലം പാലിക്കുന്ന മനുഷ്യൻ്റെ മുൻപാകെ നിന്നെ അകറ്റിക്കളയുന്നവനല്ല ദൈവമെന്നും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവമുണ്ടെന്നും നിന്നെ അംഗീകരിക്കാതിരിക്കുന്ന എല്ലാവരുടെയും ആ ചിന്താഗതികളെ മാറ്റിക്കുറിച്ചുകൊണ്ട് നിന്നെ ചേർത്ത് നിർത്തുവാനും സ്നേഹിക്കുവാനും ദൈവം നമുക്ക് വേണ്ടി നല്ലവനായി പ്രവർത്തിക്കുന്നവനാണെന്ന് ഒരിക്കൽ കൂടെ വെളിപ്പെടുത്തുകയുമായിരുന്നു കൊർന്നല്യോസിൻ്റെ ജീവിതത്തിൽ ചെയ്തത്. വ്യവസ്ഥകളും പ്രമാണങ്ങളും അവനെ അകറ്റി നിർത്തിയിരുന്നു. അത് പാലിക്കുന്നവരും അവനെ ഗണ്യമാക്കിയില്ല. എന്നാൽ സ്ഥലകാല സാഹചര്യങ്ങളെ ഗണ്യമാക്കാത്ത ദൈവം, മുഖപക്ഷമില്ലാത്ത ദൈവം അവൻ്റെ നല്ല പ്രവർത്തനങ്ങളെ, അവൻ്റെ സൽസ്വഭാവങ്ങളെ, അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ തിരിച്ചറിഞ്ഞു എന്നത് സ്വർഗത്തിൻ്റെ മാത്രം ഒരു ശ്രേഷ്ഠതയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? മനുഷ്യൻ ഒരു പക്ഷേ അത് കാണുന്നില്ലായിരിക്കും. നിങ്ങളെ അംഗീകരിക്കാത്ത ധാരാളം ആളുകൾ നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിലോ സമൂഹത്തിലോ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. പ്രാർത്ഥനാ ശബ്ദം തിരിച്ചറിഞ്ഞ് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് കൊർന്നല്യോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. വീണ്ടും പ്രാർത്ഥിക്കുക. മറുപടി സുനിശ്ചയമാണ്. ഏറെ പ്രത്യാശയോടെ, തികഞ്ഞ ദൈവാശ്രയത്തോടെ മുൻപോട്ട് പോകുവാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.